Okay, students. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബബിൾ സോർട്ട് ആണ്. ബബിൾ സോർട്ട് അൽഗോറിതമാണ്. അതിനകത്ത് നമുക്ക് അതിൻ്റെ ഒരു സ്യൂഡോ കോഡ് പഠിക്കാനുണ്ട്. ഓക്കെ, എന്താണ് ബബിൾ സോർട്ട് എന്ന് പറഞ്ഞാലെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സെറ്റ് ഓഫ് നമ്പേഴ്സ് തരുമോ, ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് നമുക്ക് തരുവാണെങ്കിൽ നമുക്കതിനെ ഐദർ ഒരു ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഫാഷനിലോ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സോർട്ട് ഔട്ട് ചെയ്യണം. അപ്പം there are many types of sorting algorithms in C programming. In C programming മാത്രമല്ല, ഈ ഒരു അൽഗോറിതം എന്ന് പറയുന്നത് നമുക്ക് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു അൽഗോറിതം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, നമ്മൊരു ഓർഡറിൽ അതിനെ സെറ്റ് ചെയ്യാൻ. ഓക്കെ, എന്ന് വെച്ചാൽ അസെൻഡിങ് ഓർഡർ ആകാം അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ആകാം. അസെൻഡിങ് ഓർഡർ, ഇൻക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും സ്മോളസ്റ്റ് എലമെൻറ്റ് ഫസ്റ്റിൽ വരും, the largest element will be at the end of the data. അതേപോലെ ഡിക്രീസിങ് ആണെങ്കിൽ the largest element will be in the beginning of the list. അപ്പം അങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് റാൻഡമായിട്ടായിരിക്കും നമ്പേഴ്സ് തരുന്നത്. അതിനെ ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അൽഗോറിതം, വൺ ഓഫ് ദി അൽഗോറിതമാണ് ബബിൾ സോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇറ്റ് ഈസ് ആക്ച്വലി വെരി സിമ്പിൾ സോർട്ടിങ് അൽഗോറിതം ആക്ച്വലി, കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് അൽഗോറിതമാണ്. ഓക്കെ, ദിസ് അൽഗോറിതം ഇസ് എ കമ്പാരിസൺ ബേസ്ഡ് അൽഗോറിതം. ഓക്കെ, ഇതൊരു കമ്പാരിസൺ ബേസ്ഡ് അൽഗോറിതമാണ് ഇൻ വിച്ച് ഈച്ച് പെയർ ഓഫ് adjacent element is compared and the elements are swapped if they are not in order. ആക്ച്വലി അതാണ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ അഡ്ജസൻറ്റിൽ ഏതിപ്പം ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് റോ ഉണ്ടെങ്കിൽ, സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെയും ഇവിടെയും, അതാണ് അഡ്ജസൻറ്റ് പെയർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പെയർ ആദ്യമേ ചെക്ക് ചെയ്യും, പിന്നെ ഇത് രണ്ടും ചെക്ക് ചെയ്യും, പിന്നെ ഇത് രണ്ടും ചെക്ക് ചെയ്യും, പിന്നെ ഇത് രണ്ടും ചെക്ക് ചെയ്യും. ഇങ്ങനെ ചെക്ക് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനകത്ത് വ്യത്യാസങ്ങൾ മീൻസ് ഗ്രേറ്റർ ആണെങ്കിൽ വി സ്വാപ്പ് ഔട്ട്. സ്വാപ്പിംഗ് ഓൾറെഡി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് ലൊക്കേഷനിൽ ഇരിക്കുന്ന വാല്യൂസിനെ സ്വാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ രണ്ട് എലമെൻറ്റ്സ് നമ്മൾ കമ്പയർ ചെയ്യുന്നു, അതിൽ ഒരെണ്ണം ഗ്രേറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ സ്മോളർ ആണെങ്കിൽ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്വസ്റ്റ്യൻ, അത് അസെൻഡിങ് ആണോ ഡിസെൻഡിങ് ആണോ എന്ന് നമ്മൾ നോക്കിയിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ സ്വാപ്പ് ചെയ്യും. ഇപ്പം ഇങ്ങനെയാണ് ആക്ച്വലി എന്ത് പോകുന്നത്, ഈ ബബിൾ സോർട്ടിൻ്റെ അൽഗോറിതം പോകുന്നത്. അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് ഓഫ് n സ്ക്വയർ ആണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ഔട്ട് ഓഫ് യുവർ സിലബസ്. അപ്പം ജസ്റ്റ് നിങ്ങൾ കോംപ്ലക്സിറ്റി മാത്രം പഠിച്ചാൽ മതി. കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് ഇതാണ് ബിഗ് ഓഫ് n എന്ന് പറയുന്നത്, n സ്ക്വയർ എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റാസ് വരുമ്പോൾ ബബിൾ സോർട്ട് ഒരു ആപ്റ്റ് മെത്തേഡ് അല്ല നമുക്കിതിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ. അപ്പം ഒരു ആവറേജ് ലെവലിൽ വേണമെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ വേഴ്സ്റ്റ് കേസിലും അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളൊരു നോർമൽ കുറച്ച് എമൗണ്ട് ഓഫ് എലമെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് ബബിൾ സോർട്ട് ഒരു ആപ്റ്റ് മെത്തേഡാണ്. ഓക്കെ, അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ദിസ് ഈസ് ദി സ്യൂഡോ കോഡ് ഓഫ് ബബിൾ സോർട്ട് അൽഗോറിതം. ഓക്കെ, അപ്പം ആ ഒരു മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഈ അൽഗോറിതത്തിലോട്ട് വരാം. അപ്പം നമുക്കൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. എന്താണ്, ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിനകത്ത് സെറ്റ് ഓഫ് നമ്പേഴ്സിനകത്ത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കിതിപ്പോൾ റാൻഡം ആയിട്ട് കുറച്ച് നമ്പേഴ്സ് ആണല്ലോ, 21, 6, 9, 33, 3. അപ്പോൾ ഇതിനെ ഞാനൊരു ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡറിൽ സോർട്ട് ഔട്ട് ചെയ്യുക എന്ന് നമുക്ക് യൂസിങ് ബബിൾ സോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ജോലി എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് പല സ്കാൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. എന്താ സ്കാൻസ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യമേ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് എലമെൻ്റ് എടുക്കും. ഓക്കെ, ഫസ്റ്റ് എലമെൻ്റ് എടുക്കും. അപ്പം ഈ ഒരു എലമെൻറ്റിന് ഞാൻ ഐ എന്നൊരു പേര് കൊടുക്കുകയെന്ന് വിചാരിച്ചോ. ഐ എന്ന പേര് കൊടുക്കുകയാണ് ഈ ഫസ്റ്റ് എലമെൻറ്റിന്. അപ്പം 21 ആണ് ഫസ്റ്റ് എലമെൻറ്റ്. സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് 6 ആണ് അല്ലേ, സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് I+1 അല്ലേ. ഇത് ഐ ആണെങ്കിൽ തൊട്ടടുത്തത് I+1 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ രണ്ട് പൊസിഷനും കൂടെ ചേർത്തിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ഇതിനകത്ത് നടക്കുന്ന പറഞ്ഞാൽ അഡ്ജസൻറ്റ് പെയറിനെ കമ്പയർ ചെയ്യുന്നു, എന്നിട്ട് അതിനകത്ത് ഹയസ്റ്റ് വാല്യൂ നോക്കുന്നു, എന്നിട്ട് സ്വാപ്പ് ഔട്ട് ചെയ്യുന്നു. അപ്പം നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഓർഡറിലാണ്. ഇൻക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്, ഏറ്റവും സ്മോളസ്റ്റ് എലമെൻ്റ് ആയിരിക്കും ഫ്രണ്ടിൽ വരുന്നത്, ഹയസ്റ്റ് എലമെൻറ്റ് ലാസ്റ്റ് വരും അല്ലേ. അപ്പോൾ അങ്ങനെ ലാർജസ്റ്റ് എലമെൻറ്റ് ലാസ്റ്റ് വരത്തക്കണ രീതിയിലാണ് നമ്മൾ ഈ സോർട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആദ്യമേ 21, 6 കൂടെ കമ്പയർ ചെയ്യുമ്പം ഇതിൽ ഏറ്റവും വലുത് ഏതാണ്, 21 ആണ് വലുത് അല്ലേ. അപ്പം 21ഉം 6ഉം കൂടെ കമ്പയർ ചെയ്യുമ്പം 21 ആണ് വലുതെന്ന് വെച്ചാൽ ഈ ith പൊസിഷനാണ് വലുത് അല്ലേ.
ഐയും i+1 എന്ന ലൊക്കേഷൻ, ഇതാണ് i ലൊക്കേഷൻ, ഇത് i+1 ലൊക്കേഷൻ. അപ്പം ഐയും i+1 ലൊക്കേഷനോട് കമ്പയർ ചെയ്യുമ്പോൾ ith ലൊക്കേഷൻ ആണ് വലുത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ സ്വാപ്പ് ചെയ്യണം. സ്വാപ്പ് ചെയ്യണം എന്ന് പറയുമ്പം എന്താണ് മീനിങ്? 6 ഇവിടെ വരണം, 21 ഇവിടെ വരണം. ഓക്കെ, ഇങ്ങനെ സ്വാപ്പ് ചെയ്യണം. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ വലിയ എലമെൻറ്റിനെ നമ്മൾ ഇങ്ങോട്ട് പുഷ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 6ഉം 21 സ്വാപ്പ് ചെയ്തു. കണ്ടപ്പം നമ്മൾ ഫസ്റ്റ് ഐട്രേഷൻ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് 21 6ഉം കൂടെ കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുമ്പോൾ 21 ബിഗ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ദ വാല്യൂസ് ഓഫ് 21 and 6 ആസ് കമ്പയർഡ് ടു ചെക്ക് വിച്ച് ഇസ് ദ ഗ്രേറ്റർ വൺ. ഗ്രേറ്റർ ഏതാണെന്ന് നോക്കുന്നു. അപ്പോൾ 21 ആണ് ഗ്രേറ്റർ, അതുകൊണ്ട് അതിനെ സ്വാപ്പ് ചെയ്യുന്നു. അപ്പോൾ 21നെ ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്തു, 6 ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്തത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ രണ്ട് പൊസിഷൻ ചെക്ക് ചെയ്യണം. അപ്പം നമ്മൾ ഇത് രണ്ടും കഴിഞ്ഞു, ഇനി ഇത് രണ്ടും നോക്കണം. അതിനുശേഷം ഈ രണ്ട് ലൊക്കേഷൻ, അതിനുശേഷം ഈ രണ്ട് ലൊക്കേഷൻ, അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 21ഉം 9ഉം കൂടെ നോക്കും. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ 21 9 കൂടെ നോക്കുമ്പോൾ അതിനകത്ത് വീണ്ടും ith പൊസിഷനാണ് വലുത്. അപ്പോൾ 21 ആണ് വലുത്. അപ്പം ഞാൻ വീണ്ടും എന്ത് ചെയ്യും? സ്വാപ്പ് ചെയ്യും. സ്വാപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാവും? 21നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കും, 9നെ ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കും. അപ്പോൾ കണ്ടോ, 9 ഇവിടെ, 21 ഇവിടെ, അങ്ങനെ സ്വാപ്പ് ചെയ്തു. പിന്നെ അടുത്ത എന്തായിരിക്കും? നമ്മൾ ഇനി ചെക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് പൊസിഷനാണ്. ഈ രണ്ട് പൊസിഷൻ നോക്കുമ്പം ith പൊസിഷൻ വലുതാണോ? ith പൊസിഷനാണ് 20. ith പൊസിഷൻ 21ഉം i+1 എന്ന് പറയുന്നത് 33. അപ്പം അത് ഓൾറെഡി ഈ i+1 ആണ് വലുത് അല്ലേ? ith പൊസിഷൻ ചെറുതാണ്. ith പൊസിഷൻ വലുതാണെങ്കിൽ മാത്രമേ സ്വാപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ith പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? അത് ചെറുത് തന്നെ. അപ്പോൾ അവിടെ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, അത് അതേപോലെ തന്നെ കിടക്കട്ടെ. കാരണം 33 ആണ് വലുത്, അത് റൈറ്റ് സൈഡിലോട്ട് പുഷ് ആവണ്ടേ. അപ്പം പിന്നെ നോക്കുമ്പം 21 33 നോക്കുമ്പോൾ അത് അതേപോലെ നിർത്തിയാൽ മതി, നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പം വീണ്ടും ഇനി അടുത്ത ഏത് പൊസിഷനാണ് നോക്കേണ്ടത്? അടുത്ത നോക്കേണ്ടത് ഈ 33ഉം 3ഉം എന്ന ലൊക്കേഷൻ അല്ലേ? അപ്പം ഇവിടെ നോക്കുമ്പം ഇതാണ് ഇത് i+1 അല്ലേ? അങ്ങനെ നോക്കുമ്പം ith പൊസിഷൻ എന്ന് പറയുന്നത് ബിഗ്ഗർ ആണ് അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യണം? സ്വാപ്പ് ചെയ്യണം. അപ്പം ഈ 3 എന്ന് പറയുന്നത് ഇങ്ങോട്ട് പോവും, 33 ഇങ്ങോട്ട് പോവും. അപ്പോൾ അതാണ്ട് സ്വാപ്പ് ചെയ്തു. 33 ഇവിടെയും വന്നു, i എന്ന് പറയുന്നത് ഇവിടെയും വന്നു, 3 എന്ന് പറയുന്നത് ഈ ലൊക്കേഷൻ. ഇപ്പം നോക്കുമ്പോൾ ആ ഒരു ഫുൾ സെറ്റ് ഓഫ് ഡേറ്റയിൽ നിന്നുള്ള മാക്സിമം എലമെൻ്റ് ആയ 33 എവിടെ വന്ന് കിടപ്പുണ്ട്? ആ ലിസ്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് വന്ന് കിടപ്പുണ്ട് അല്ലേ? ആ ലിസ്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വാട്ട് വി ഡു ഈസ് ദ ബിഗ്ഗസ്റ്റ് എലമെൻറ്റ്സ് ആർ പുഷ് ടുവേർഡ്സ് ദി റൈറ്റ് സൈഡ് ഓഫ് ദി ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ലാർജസ്റ്റ് എലമെൻറ്റ് ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്നു. ഇനി നമ്മൾ കമ്പാരിസൺ നടത്തേണ്ട ഇത്രയും എലമെൻറ്റ്സിൽ മാത്രം കമ്പാരിസൺ നടത്തിയാൽ മതി. നേരത്തെ ഫുൾ എലമെൻറ്റ് കമ്പാരിസൺ നടത്തണമായിരുന്നു. അപ്പം ഇത്രയും ചെയ്ത ജോലിയാണ് ഒരു ഐട്രേഷൻ എന്ന് പറയുന്നത്. ഒരു ഐട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഫുൾ സെറ്റ് ഓഫ് കമ്പാരിസൺ നടത്തി, ആ ഒരു ലിസ്റ്റ് ഫുൾ കമ്പാരിസൺ നടത്തി. ഇനി എന്നിട്ടും നമുക്ക് ഫുൾ അസെൻഡിങ് ഓർഡറിലായില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ബാക്കിയുള്ള എലമെൻറ്റ്സിനെ സ്വാപ്പ് ചെയ്തോ കമ്പാരിസൺ നടത്തിയോ സോർട്ടഡ് ആവണം. അപ്പോൾ ആകെപ്പാടെ ഈ ഒരു എലമെൻറ്റ് മാത്രമേ ഇപ്പോൾ സോർട്ടഡ് ആയിട്ട് കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഏറ്റവും ലാർജസ്റ്റ് എലമെൻറ്റ് മാത്രമേ നമ്മൾ പുഷ് ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് വത്തിയുള്ളൂ. ഇനി ബാക്കിയുള്ളതിൽ നിന്നും വലിയ ലാർജസ്റ്റ് എലമെൻറ്റ് ഏതാ? 21. അതിനെ നമുക്ക് പുഷ് ചെയ്ത് ഈ ലൊക്കേഷനിൽ കൊണ്ടുവരണം. പിന്നെ അടുത്ത ലാർജസ്റ്റ് അടുത്ത ലൊക്കേഷൻ, പിന്നെ അടുത്ത ലാർജ്, അങ്ങനെ ഏറ്റവും ചെറുതായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോഴേ അത് സോർട്ടഡ് ലിസ്റ്റ് ആവത്തുള്ളൂ. അപ്പം നമ്മുടെ ഫസ്റ്റ് ഐട്രേഷൻ കഴിഞ്ഞു. ഇനി വീണ്ടും സെക്കൻഡ് ഐട്രേഷനിൽ ഞാൻ ഒന്നേന്ന് ഇതേ ജോലി വീണ്ടും ചെയ്യണം. അപ്പോൾ ഇതേ ജോലി ചെയ്യുമ്പോൾ ആദ്യമേ ഞാൻ എന്ത് ചെയ്യണം? 6ഉം 9ഉം കമ്പയർ ചെയ്യണം. അപ്പോൾ ഒരു ഐട്രേഷൻ കഴിഞ്ഞു, ഇത് രണ്ടാമത്തെ ഐട്രേഷനാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ സ്കാൻ എന്ന് പറയാം അതിനെ. അതിനകത്ത് ഞാൻ എന്ത് ചെയ്യും? 6ഉം 9ഉം കമ്പയർ ചെയ്യും. 6ഉം 9ഉം കമ്പയർ ചെയ്യുന്ന സമയത്ത് 6 ഓൾറെഡി ചെറുതാണ്, 9 വലുതാണ്. അപ്പം കുഴപ്പമൊന്നുമില്ല, സ്വാപ്പിംഗ് ഒന്നും ചെയ്യണ്ട. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ith പൊസിഷൻ i+1 പൊസിഷനാണല്ലോ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കണം. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പം 9ഉം 21 എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾറെഡി ഈ 21 വലുതാണ് അല്ലേ? ith പൊസിഷൻ അല്ല ഇവിടെ വലുത്. അപ്പോൾ അതുകൊണ്ട് സ്വാപ്പിംഗ് വേണ്ട. പിന്നെ അടുത്തതിന് നമ്മൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ 21ഉം 3ഉം കൂടെ നോക്കുമ്പോൾ 21 ith പൊസിഷൻ ഇസ് ബിഗർ വൺ. സോ അതുകൊണ്ട് അതിനെ സ്വാപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത ഐട്രേഷനിൽ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ വാല്യൂ 6 9 3 21 33 ഇങ്ങനെ വരും അല്ലേ? ഇനി ഇവിടെ കമ്പാരിസൺ നടക്കത്തില്ല, ഓൾറെഡി ഇത് ഫിക്സ്ഡ് ആയി വെച്ച് കഴിഞ്ഞു അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇതായിരിക്കും സെക്കൻഡ് ഐട്രേഷനിൽ നടക്കുന്ന ഓർഡറിങ്.
ഓക്കെ, സെക്കൻഡ് ഐട്രേഷനിൽ നടക്കുന്ന ഓർഡറിങ് ഇതായിരിക്കും. അത് സെക്കൻഡ് ഐട്രേഷനിൽ നടക്കുന്ന ഓർഡറിങ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് തേർഡ് ഐട്രേഷനിൽ ബാക്കി ഈ 3 സെറ്റാണ് നമുക്ക് ഓർഡർ ആക്കേണ്ടത്. അപ്പോൾ വീണ്ടും ഇതേപോലെ 6ഉം 9 കമ്പയർ ചെയ്യുന്നു. 6ഉം 9 കമ്പയർ ചെയ്യുമ്പം 9 ഓൾറെഡി വലുതാണ്, ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. പിന്നെ 9ഉം 3 കമ്പയർ ചെയ്യുമ്പം 9 ആണ് വലുത്. അപ്പം 8th പൊസിഷൻ വലുതായതുകൊണ്ട് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, 3യെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പം തേർഡ് ഐട്രേഷനിൽ എന്ത് സംഭവിക്കുന്നു? 6ഉം 3യും മാത്രം ഇവിടെ ആയി, ബാക്കി 3 സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത 4th ഐട്രേഷനിൽ എന്ത് സംഭവിക്കുന്നു? ഇത് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 3 ചെറുതാണ്, 6 വലുതാണ്. അപ്പോൾ 6നെ ഇങ്ങോട്ട് കൊണ്ടുവരണം, 3 ഇങ്ങോട്ടും പോകണം. അപ്പോൾ അതാണ് അടുത്ത 4th ഐട്രേഷനിൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത അവസാനം ഇത് ഫിക്സ്ഡ് ആവും. അപ്പോൾ ഇതാണ് ദ സോർട്ടഡ് ഓർഡർ ഓഫ് ദ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ. ഇങ്ങനെയാണ് നമ്മൾ ബബിൾ സോർട്ട് മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 4 ഐട്രേഷൻസ് യൂസ് ചെയ്തു. അപ്പോൾ 3 വട്ടം എനിക്ക് ഫുൾ അറേ അല്ലെങ്കിൽ ഫുൾ ലിസ്റ്റ് എനിക്ക് വീണ്ടും നോക്കേണ്ടി വന്നു. അപ്പോൾ ഈ 4 ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1 2 3 4 5 എലമെൻറ്റ്സ് ഉള്ള ഒരു ലിസ്റ്റിനകത്ത് എനിക്ക് 4 ഐട്രേഷൻസ് വേണ്ടി വന്നു. ദാറ്റ് മീൻസ് ജനറലൈസ് ചെയ്ത് പറയുവാണെങ്കിൽ ഹൗ മച്ച് നമ്പർ ഓഫ് ഐട്രേഷൻസ് ആർ റിക്വയർഡ്? n-1 ഐട്രേഷൻസ് ആർ റിക്വയർഡ് if n numbers are there. ഓക്കെ, n നമ്പേഴ്സ് ആണ് റാൻഡം ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ n-1 ഐട്രേഷൻസ് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് ബബിൾ സോർട്ട്. ഇനി അതിൻ്റെ സ്യൂഡോ കോഡ് ഒന്ന് നോക്കി. ഇനി നിങ്ങൾക്ക് മനസ്സിലാവുക സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞാൽ ഞാനേ ബബിൾ സോർട്ട് എന്ന ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് റാൻഡമായിട്ട് എന്തൊക്കെ നമ്പേഴ്സ് ഉണ്ട് അതാണ് ഈ ലിസ്റ്റിനകത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഫോർ എല്ലാ എലമെൻറ്റ്സ് ഓഫ് ദ ലിസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ലിസ്റ്റ് ഓഫ് i ആൻഡ് i+1 കമ്പയർ ചെയ്യുക. അപ്പം നമ്മുടെ ഇങ്ങനെ ലിസ്റ്റ് ആണെങ്കിൽ ഇത് ith പൊസിഷൻ, ഇത് i+1 പൊസിഷൻ. ഓക്കെ, ഇത് i ആണെങ്കിൽ ഇത് i+1 പൊസിഷൻ. അങ്ങനെ രണ്ടെണ്ണം മാത്രം കമ്പയർ ചെയ്താൽ പോകുന്നത്. അപ്പം ith പൊസിഷൻ ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനെ സ്വാപ്പ് ചെയ്യണം. ഓക്കെ, iയും i+1 സ്വാപ്പ് ചെയ്യണം. എന്നിട്ട് അത് അങ്ങനെയാണെങ്കിൽ മാത്രം സ്വാപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്വാപ്പ് ചെയ്യണ്ട. ഓക്കെ, സോ എന്നിട്ട് പിന്നെ അത് ക്ലോസ് ചെയ്യുക, പിന്നെ റിട്ടേൺ ലിസ്റ്റ്. ഏറ്റവും അവസാനം ഇത് തന്നെ ചെയ്തിട്ട് ഏറ്റവും അവസാനം നമുക്ക് ബബിൾ സോർട്ട് ലിസ്റ്റ് കിട്ടും. ഒക്കെ എൻഡ് ചെയ്യുന്നു, ആ ലിസ്റ്റ് റിട്ടേൺ ചെയ്യുമ്പോൾ അതെന്തായി? അതാണ് നമ്മുടെ സോർട്ടഡ് ഓർഡർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഈ സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ബബിൾ സോർട്ട് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, താങ്ക് യു.